RRB JEE ആസ്പിരൻസിൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ എക്സാം എന്ന് നടക്കുമെന്നറിയാതെ ആ ഒരു അൺസർട്ടനിറ്റിയിൽ പഠിക്കുക എന്ന് തന്നെയായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളുടെയും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. എന്നാൽ റെയിൽവേ നിങ്ങൾക്കായി റെയിൽവേ RRB എക്സാംസുകളുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB JEE എക്സാം, അതേപോലെ RRBയുടെ ALP എക്സാം, അതേപോലെ ടെക്നീഷ്യൻ എക്സാം. ഈ 3 എക്സാംസുകൾക്ക് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഈ എക്സാംസുകൾക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളെ വല്ലാണ്ട് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. കാരണം RRB ALP ഇതിനോടൊക്കെ നടക്കേണ്ട എക്സാമാണ്, പക്ഷേ അതിൻ്റെ ഒന്നും ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അതേപോലെ RRB JEE ഈ വർഷം നടക്കുമോ അടുത്ത വർഷം നടക്കുമോ എന്നുള്ള രീതിയിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി കൺഫ്യൂഷനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എക്സാംസുകളുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ടെൻറ്റേറ്റീവ് കലണ്ടറിലേക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെൻറ്റേറ്റീവ് കലണ്ടറാണ്. ഇത് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ RRBയുടെ വെബ്സൈറ്റുകളിൽ പബ്ലിഷ്ഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. നോട്ടീസ് ഓൺ ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഫോർ CN1/2024, അത് ALPയുടേതാണ്. അതേപോലെ RPF CN1/2024 RPF SI, CN2/2024 ടെക്നീഷ്യൻ, CN3/24 JEE മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എക്സാംസുകൾക്കാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ടെൻറ്റേറ്റീവ് കലണ്ടറിൽ വന്നിരിക്കുന്നത് നോക്കാം. ALP എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 25/11 മുതൽ 29/11 വരെയാണ്. അതായത് 25/11 എന്ന് പറയുമ്പോൾ നവംബർ 25 മുതൽ നവംബർ 29 വരെ ALP കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇതിൽ 4 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 25 മുതൽ 29 വരെ എന്ന് പറയുമ്പോൾ 4 ദിവസം കൊണ്ട് ALP എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത്രയധികം ഉദ്യോഗാർത്ഥികൾ അപ്പിയർ ചെയ്യുന്ന എക്സാമിനേഷൻ 4 ദിവസം കൊണ്ട് അവർ കണ്ടക്ട് ചെയ്ത് തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി നമ്മൾ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബറിൽ ഈ എക്സാം വരും എന്നുള്ള ആ ഒരു ന്യൂസ് തന്നെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. രണ്ടാമത്തേത് RPF ആണ്. അത് ഡിസംബർ 2 മുതൽ 5 വരെ, അത് 3 ദിവസമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് CN2/2024 ടെക്നീഷ്യൻ എക്സാം ആണ്. ടെക്നീഷ്യൻ എക്സാം 16/12 മുതൽ 26/12 വരെയാണ്. 10 ദിവസം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ടെക്നീഷ്യൻ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ALP എക്സാംസിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 ദിവസം കൊണ്ട് തീരുമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത്. എനിവേ ടെക്നീഷ്യൻ എക്സാംസിൻ്റെയും ഡേറ്റ് വന്നിരിക്കുന്നത് ഡിസംബർ 16 മുതൽ ഡിസംബർ 26 വരെയാണ്. അതേപോലെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ബിടെക് ഗ്രാജുവേറ്റ്സും ഡിപ്ലോമ ഹോൾഡേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഡേറ്റും വന്നിരിക്കുകയാണ്. 2024 നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസുകളെല്ലാം കണ്ടക്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ 2024 നടക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള ഒരു അനാലിസിസിലേക്ക് നമ്മൾ എത്തിയത്. ആ ഒരു അനാലിസിസ് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് RRBയുടെ JEE എക്സാംസിൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നിരിക്കുന്നത്. RRB JEE എക്സാം 2024 തന്നെ കണ്ടക്ട് ചെയ്യാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഇതിൽ വന്നിരിക്കുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഡിസംബർ 6-ാം തീയതി മുതൽ ഡിസംബർ 13-ാം തീയതി വരെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബർ 7-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേക്ക് കൃത്യം 2 മാസമാണ്. വെറും 60 ദിവസങ്ങളാണ് നിങ്ങൾക്ക് RRB JEE എക്സാംസിനായിട്ടുള്ളത്. RRB JEE എക്സാംസ് ഡിസംബറിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിലായിരുന്നു നമ്മുടെ ഷെഡ്യൂൾസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി നിങ്ങളുടെ മുന്നിൽ വെറും 60 ദിവസങ്ങൾ മാത്രമാണ് RRB JEE എക്സാംസിനുള്ളത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡേയ്സ് ആണ് 60 ദിവസങ്ങൾ. ഇനിയുള്ള 60 ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കണം, ഇനിയുള്ള 60 ദിവസങ്ങൾ കൊണ്ട് RRB JEE ക്രാക്ക് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ഈ ചാനൽ ഇനി വരുന്നതായിരിക്കും. സ്റ്റഡി പ്ലാനുകൾ, അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് RRB JEE എക്സാം ക്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ തുടർച്ചയായി നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ RRB JEE എക്സാം ആസ്പിരൻസ് ആയിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഈ എക്സാംസുകൾക്ക് വേണ്ടി എവിടെ പഠിച്ചു തുടങ്ങണം, സിലബസ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് എങ്ങനെ പഠിപ്പിക്കണം എന്നൊരു കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റഡി പ്ലാനോട് കൂടി, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുഴുവൻ സിലബസും കവർ ചെയ്തിട്ടുള്ള RRB JEEയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ ലാസ്റ്റ് ബാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ 60 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടാവുക. തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ സാധ്യതകളാണ്. അതായത് 60 ദിവസം എന്ന് പറയുന്നത് നിങ്ങളാണ് നിർണ്ണയിക്കുന്നത് ഈ 60 ദിവസങ്ങൾ എങ്ങനെയായി തീരണമെന്നുള്ളത്. സോ നിങ്ങൾ ഓരോരുത്തരുടെയും കഠിനമായ പ്രയത്നം ഉണ്ടെങ്കിൽ അതൊരിക്കലും മറ്റൊരാൾ പറഞ്ഞുകൊണ്ട് 60 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല. 60 ദിവസങ്ങളെ 60 ദിവസങ്ങളാക്കി മാറ്റിക്കൊണ്ട് അതിലേറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ 60 ദിവസം കൊണ്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓൾറെഡി ജോബിലുള്ള ആളുകളാണെങ്കിൽ ലീവ് എടുക്കുക. അതായത്
ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്ന ആളുകൾ ഇനി പാർട്ട് ടൈം പ്രിപ്പറേഷനൊക്കെ മാറ്റി വെച്ച് മുഴുവൻ സമയ പ്രിപ്പറേഷനിലേക്ക് മാറേണ്ട സമയമായിട്ടുണ്ട്. ഇനി അതേപോലെ ഞാൻ നിങ്ങൾക്കായിട്ടൊരു സജഷൻ പറയുകയാണ്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും ഹോസ്റ്റലുകളോ അത്തരം നിങ്ങൾക്ക് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് പഠനത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി സ്പേസുകൾ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അവസാന സമയങ്ങളിൽ അതായത് എക്സാമിനോടനുബന്ധിച്ചുള്ള 2 മാസം ഹോസ്റ്റലൊക്കെ നിന്ന് കംപ്ലീറ്റ് എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഈ എക്സാമിൽ വരും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിന് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു. സോ ഓൾറെഡി ഈ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളോട് മറ്റു ഉദ്യോഗാർത്ഥികൾ എനിക്ക് പറയാനുള്ളത്, ഇനി സമയം പാഴാക്കാനില്ല. ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള മോക്ക് എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ മോക്ക് എക്സാംസുകളൊന്നും ഒരിക്കലും ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. അതൊക്കെ ഈ മാസങ്ങളിൽ പരമാവധി എന്താ പറയുക ലാസ്റ്റ് ഒരു എക്സാമിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ വരെ അത്രയൊക്കെ നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാവും. അതിന് ശേഷം ഒന്നും മോക്ക് എക്സാംസുകളൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. സോ അതിനുള്ളിൽ മാക്സിമം മോക്ക് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയാവട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.